നിയമങ്ങളായി വാർത്തെടുക്കപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയും അധികാരം കൈകാര്യം ചെയ്യുന്ന ആളിന് അതെല്ലാം നൽകുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്. ഒരാളെ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ചെയ്തു, പിന്നെ അയാൾക്ക് അതൊക്കെ ചെയ്യുവാൻ, ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ, അധികാരം നിർവഹിക്കുവാൻ, പ്രയോഗിക്കുവാൻ അയാൾക്ക് നമ്മൾ വിഭവം, നമ്മുടെ ടാക്സ്, നമ്മുടെ സമ്മതിദാനാവകാശവും നമ്മുടെ ടാക്സും നൽകി അയാൾ ഭരണ നടത്തുകയാണ്, ജനപ്രതിനിധികൾ ചെയ്യുകയാണ്, സർക്കാരുകൾ ഭരണം നടത്തുകയാണ്. ഇതിനിടയിൽ ജനം എന്നതിന് നേരിട്ടൊരു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ആത്മഹത്യ സ്ഥാപിക്കാൻ ഇതുവരെ നേരിട്ട് അവസരമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജനപ്രതിനിധികൾക്ക് അവസരമുണ്ട്. എക്സിക്യൂട്ടീവില്, ജുഡീഷ്യറിയിലും വ്യക്തമായ യോഗ്യതകളോടെ നടത്തപ്പെടുന്ന പരീക്ഷകളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ യൂണിഫോം ഇട്ടുകൊണ്ടോ ഇല്ലാതെയോ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം പറയപ്പെട്ട സമൂഹമാണ്. അവർ ഏൽപ്പിക്കപ്പെട്ടതല്ലാത്തവരോ ട്രഷറിയിൽ പണമുണ്ടെങ്കിൽ PWയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പോയി പണമെടുത്ത് റോഡ് നന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നിശ്ചിതമായ സേവനത്തിനും വേതനത്തിനും വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുമാണ്. ഇവിടെയും നമുക്ക് നേരിട്ട് പൊതുജനത്തെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ജനത്തിന് ജനാധിപത്യത്തിലേക്ക് കടന്നു വരാൻ, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ എങ്ങനെയാണ് കഴിയുക? ഞാൻ നൽകിയ അധികാരവും, ഞാൻ വകവെച്ച് നൽകിയ അധികാരവും, ഞാൻ നൽകിയ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്റെ പ്രതിനിധി എന്റെ നാടിനെ, എന്റെ പ്രദേശത്തെ എങ്ങനെ ഭരിക്കുന്നു എന്ന് എനിക്കറിയുവാനുള്ള അവകാശം അംഗീകരിച്ചു തരികയാണ് 2005 ഒക്ടോബർ 12